ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. കുറേ ആയില്ലേ നമ്മളൊരു വ്ളോഗായിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളെ പുതിയ ഫ്ലാറ്റ് എന്നുള്ള കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു ഫ്ലാറ്റ് ടൂറ്, കിച്ചൺ ടൂറൊക്കെ ഇടുമെന്ന്. എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാത്ത. എന്തായാലും ഇന്നത്തെ വ്ളോഗ് മക്കൾക്ക് സ്കൂളുള്ള ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഷോപ്പിങ്ങും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയതിന് എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ശരിക്കും ഈ ഒരു വ്ളോഗ് എടുക്കുന്ന സമയത്ത് എനിക്ക് പനിയെല്ലാം വന്ന് മാറി സൗണ്ടെല്ലാം സെറ്റായ സമയം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതാ വോയിസ് ഓവർ കൊടുക്കുമ്പം എൻ്റെ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടാണുള്ളത്. അപ്പോൾ സൗണ്ട് കുറച്ച് കിട്ടിയ സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിന്. സാധാരണ ഞാനിങ്ങനെ റൈസൊക്കെ കുട്ടിയൊക്കെ ടിഫിനിൽ കൊടുക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കും. ഇന്നലെ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഫസ്റ്റ് തന്നെ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആക്കുന്ന റൈസ് സോനാ മസൂരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു സോസേജ് റൈസ് ഉണ്ടാക്കുന്നത്. സോസേജ് റൈസ് എന്നല്ല, ഫ്രൈഡ് റൈസ്, മഷ്റൂം റൈസ്, എഗ് റൈസൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു എല്ലാ റൈസ് ഉണ്ടാക്കാനും ഈ ഒരു സോനാ മസൂരി അടിപൊളിയാട്ടാ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ചില റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫ്രൈഡ് റൈസെല്ലാം വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ചെറിയ റൈസിലാണ് കിട്ടൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സോനാ മസൂരി കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ആക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ ഈ ഒരു സംഭവം ആക്കി തുടങ്ങിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അബദ്ധത്തിൽ കൈമ റൈസാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റൈസ് എടുത്തു പോയിനു. പിന്നെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. പിന്നെ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ പേര് നോക്കുന്നത് സോനാ മസൂരി എന്ന്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല സംഭവം. പിന്നെ അതിനെക്കൊണ്ട് ഇഡ്ഡലി ആക്കിയാലെല്ലാം നല്ല കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലെല്ലാം നോക്കിയപ്പോൾ ഇഡ്ഡലി അത് തീർക്കണമല്ലോ, അങ്ങനെയെല്ലാം ആക്കിയതാണ്. അങ്ങനെ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് റൈസ് ഒന്ന് റെഡിയാക്കി നോക്കി. അപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടാ. അങ്ങനെ ഇത് ദോശയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും മല്ലിയിലയും സംഭവങ്ങളൊക്കെ ഒന്ന് വറവിട്ടിട്ട് ഇടുന്നതാണ്. ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എക്സ്ട്രാ ഓയിലൊന്നും നമ്മൾ പാനിലൊന്നും ആക്കണ്ട. ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടെ അതിലാക്കി കൊടുത്തിന്. ഇത് പച്ചരി ദോശയാണ്, നമ്മൾ സാധാ പത്തിരി പൊടിയില്ലേ, അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയത് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വറവിട്ടിട്ട് ആക്കി കൊടുക്കും. ഇല്ലെങ്കിൽ മല്ലിയിലെല്ലാം ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കി കൊടുക്കും. ഇല്ലേ പ്ലെയിനായിട്ടും ആക്കലുണ്ട്. അപ്പോൾ ഈ റൈസിന് ഞാൻ ഒരു കപ്പ്, സാധാരണ നമ്മൾ ബസ്മതി റൈസല്ല കൈമ റൈസെല്ലാം വേവിക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിനേക്കാളും കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടയിൽ. അതായത് 2 കപ്പിന് ഒരു ഇരട്ടിയിലും, അതായത് 4 കപ്പ് വെള്ളം അല്ലെങ്കിൽ 4.5 കപ്പ് എല്ലാം ആക്കിയിട്ട് ഒരൊറ്റ വിസിലാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ റൈസ് കിട്ടലുണ്ട്. പിന്നെ കുക്കറിൻ്റെ എല്ലാം ആ ഒരു വിസിലെല്ലാം അനുസരിച്ചിരിക്കും. 1-2 പ്രാവശ്യം ആക്കുമ്പോൾ അങ്ങനെ റെഡിയാവും കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. ബസ്മതി റൈസെല്ലാം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊടിഞ്ഞു പോകാനെല്ലാം ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വെറുങ്ങനെയായിട്ട് കിട്ടും. അപ്പം നമ്മളെ ദോശമാവും റെഡി ആയിനെ. ഇത് ഇങ്ങനെ കോരി ഒഴിക്കുന്ന ടൈപ്പാണ്. അങ്ങനെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കോരി ഒഴിച്ചിട്ട് പിന്നെ ഇതാ ആ ഒരു റൈസിലേക്ക് വേണ്ട കുറച്ച് വെജീസും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിന്. അതിൻ്റെ ഇടയിൽ ബട്ടറിലാണ് ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നത്. കുട്ടിയൊക്കെയല്ല, കുറച്ച് ബട്ടറെല്ലാം ആയാൽ നല്ല, കുട്ടിയൊക്കെ നല്ല, വലിയ ആൾക്കും ബട്ടറൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ല തന്നെയാണ് കേട്ടോ.
ഇതിൽ വേണമെങ്കിൽ എഗ്ഗ് അല്ലെങ്കിൽ മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറി ഞാൻ തലേ ദിവസം തന്നെ ആക്കിയതുണ്ട്, അപ്പോൾ അതെടുത്തിന്. അപ്പോൾ ഇതാ ഞാൻ സോസേജും കൂടെ മിക്സ് ചെയ്തിട്ട് റൈസ് സെറ്റ് ചെയ്തെടുത്തിനെ. അപ്പോൾ സോസേജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം, ബോയിലല്ല സ്റ്റീം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്നിങ്ങനെ എന്താ പറയുക ഫ്രൈ ആക്കിയെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ, അല്ലാണ്ട് എന്നിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിന്. ഇന്ന് പുറത്ത് അത്യാവശ്യം മഞ്ഞളുണ്ട് കേട്ടോ, ക്യാമറയിൽ അത്ര മനസ്സിലാകുന്നില്ല, കുറച്ച് നല്ല വെളിച്ചെല്ലായിട്ടുണ്ട്. നമ്മളൊരു 6:15 അങ്ങനെ ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങലുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയാൽ ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല തിരക്കായിരിക്കും. കാരണം അവിടെ കുറേ സ്കൂളുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റഷ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആ സമയത്ത് തന്നെ ഇറങ്ങാൻ നോക്കും. അങ്ങനെ മക്കളെല്ലാം കൊണ്ടാക്കി ഇതാ നമ്മളൊന്ന് നടക്കാൻ വന്നിയാൽ ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇപ്പോൾ പാർക്കിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ദിവസം പോയതാ, പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുമില്ല. പിന്നെ എനിക്ക് പനിയും ഇതുപോലെ സൗണ്ട് അടപ്പും ചുമയെല്ലാം ആയതുകൊണ്ട് പിന്നെ പോയിട്ടില്ല. അപ്പോൾ പോയ അന്ന് ഇതാ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ക്യാമറയിൽ നല്ല വെളിച്ചമുണ്ട് കേട്ടോ, ശരിക്കും കാണുമ്പം നല്ല മഞ്ഞായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ദൂരത്ത് മനസ്സിലാവുന്നുണ്ട്. കുറേ നാൾ കൂടി വരുമ്പോൾ നടക്കാനുള്ളൊരു മടിയല്ലേ ഇരിക്കും. എന്നാലും ഒരു 2 റൗണ്ട് ഞാനിങ്ങനെ ഫിനിഷ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന കേട്ടോ. ഇങ്ങനെ ഇരിക്കാനും നല്ല രസമാണ്. പിന്നെ ഇപ്പം നല്ല ക്ലൈമറ്റെല്ലാം ആയതുകൊണ്ട് അധികവും ഫാമിലിയെല്ലാം ഉണ്ടാവും, ചെറിയ മക്കളെല്ലാം കൊണ്ട്. പിന്നെ വർക്കൗട്ടിൻ്റെ ചെറിയ സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ റൈസ്ക്ക് ചിലപ്പോൾ അവിടെ കയറിയിട്ടാണ് വരിക. അപ്പം ഞാൻ എൻ്റെ നടത്തെല്ലാം കഴിഞ്ഞ് ഇതാ വണ്ടിയിൽ വന്നിരിക്കുന്ന. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ അനിയത്തീനെ കോൾ ചെയ്യും നാട്ടിലേക്ക്. അപ്പം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ എന്തെല്ലോ തിരക്കിലെല്ലാം ആയിപ്പോയി. അപ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം ഞാനിതാ ഷോപ്പിങ്ങിന് വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കാനുണ്ട്. ഇതെന്താ റിസ്ക്, അതെന്താ ഇത് പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഐഡീൻ്റെ ഈ ഒരു പൊറോട്ട ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നതാണ്. നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിനേനു. ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മളെ വയനാടിൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ പർച്ചേസിന് വന്നാൽ ചിലപ്പോൾ എല്ലാം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ മേലെയായിട്ട് ഫുഡ് കോർട്ട് ഉണ്ട്, അപ്പോൾ അവിടെ കയറലുണ്ട്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് പിന്നെ ഇന്നെന്തോ അവിടെ നമ്മളെ ഉത്സവ മേളാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഉത്സവ പറമ്പെല്ലാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ. ഇന്നിപ്പോൾ കാര്യമായിട്ട് ഡിന്നർ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. വരുമ്പം തന്നെ കുട്ടികൾക്കുള്ള നൂഡിൽസ് വാങ്ങിച്ചിരുന്നു അവിടുന്ന്. അവർക്ക് ഇഷ്ടമാണ് സഫാരീൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അവിടെ നിന്ന് നൂഡിൽസ് കിട്ടും. ആ നൂഡിൽസ് അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിരുന്നു. പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ചല്ലോ, അതുകൊണ്ട് ഇന്ന് ഈ ഒരു സാലഡിൽ ഒപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കിച്ചൺ കാണിക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ട് കമൻറ്റിലുണ്ടേനു.
ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഇത് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടേ ഉള്ളൂ. ഒന്നാമത് എൻ്റെ പഴയ കിച്ചണേക്കാളും സ്പേസ് കുറവാണ്. സ്പേസ് എന്നല്ല, സ്റ്റോറേജ് സ്പേസ് കുറവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റായി വരണം ഇൻഷാ അല്ലാ. അതിന് ശേഷം ഞാൻ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് പിന്നെ നാളത്തേക്കുള്ള അരി ഒന്ന് അരച്ച് വെക്കല. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.